ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 11ാം ഭാഗം. ഷെഹ്റസാദ് രാജകുമാരി ആ രാവിലും കഥ പറയാൻ ആരംഭിച്ചു. പണ്ട് ബാഗ്ദാദിൽ ധനികനായ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് ഏറെക്കാലം കാത്തിരുന്നുണ്ടായ പുത്രനാണ് അബു ഹസൻ. ധനികനായ പിതാവ് മരിച്ചപ്പോൾ തോട്ടങ്ങളും സ്വർണവുമായി അബുവിന് അളവറ്റ സ്വത്ത് ലഭിച്ചു. ധാരാളിത്തം കാണിക്കാതെ നല്ല ജീവിതം നയിക്കണമെന്നാണ് മരണവേളയിൽ പിതാവ് ഉപദേശിച്ചിരുന്നത്. പക്ഷേ അബു പിതാവിൻ്റെ ഉപദേശങ്ങളെല്ലാം മറന്നു. കൂട്ടുകൂടി ദൂർത്തടിച്ച് സുഖിച്ചു. ഒടുവിൽ വസ്തുക്കളെല്ലാം വിറ്റു. അബു ദരിദ്രനായി. ആകെ അവശേഷിച്ച സ്വത്ത് ഒരടിമ പെണ്ണ് മാത്രമായിരുന്നു. പക്ഷേ അവൾ സാധാരണക്കാരിയായിരുന്നില്ല. ദയ എന്നാണ് അവളുടെ പേര്. അവൾ അതിസുന്ദരിയായിരുന്നു. കൃശ്യമായ ഗാത്രം, പ്രസാദം തുളുമ്പുന്ന സുന്ദരമുഖം. അവളെ മനസ്സിൽ വെച്ചുകൊണ്ടാകണം കവി പാടിയത്. ഉദയസൂര്യൻ്റെയും അമ്പിളിയുടെയും പനിനീർ പൂവിൻ്റെയും നിറമൊന്നല്ലേ? അല്ലെങ്കിൽ അവളുടേതുമല്ല. ഹൃദയത്തിൽ അവളുടെ അടിവെപ്പാണ് തുടിക്കുന്നത്. അവൾ അടുക്കുമ്പോഴും അകലുമ്പോഴും ജീവിതവാഹിനിയുടെ പ്രവാഹം ഏദനിലെ മൈതാനത്തിലാണ്. മൈതാനമോ അവളുടെ ആടകൾക്കുള്ളിൽ. അവളുടെ മുഖാവരണത്തിലാണ് മുഴുത്തിങ്കൾ. വർണ്ണങ്ങളുടെ തരള സംഗീതമാണ് അവളുടെ കവിൾത്തടം. സൗന്ദര്യത്തിലെന്ന പോലെ ബുദ്ധിയിലും പാണ്ഡിത്യത്തിലും അവൾ അതുല്യായിരുന്നു. യജമാന്റെ ദാരിദ്ര്യാവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് ദുഃഖമായി. ദയ തൻ്റെ വില പിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുത്തു ധരിച്ചു. അബുവിനോട് അവൾ അപേക്ഷിച്ചു, ദൈവം സഹായിച്ച് നമ്മുടെ കഷ്ടകാലമെല്ലാം അവസാനിക്കും. വിശ്വാസികളുടെ ചക്രവർത്തിയായ അബ്ബാസിന്റെ പരമ്പരയിലെ 5ാമനായ ഹാറൂൺ അൽ റഷീദിന്റെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുപോകൂ. 1000 സ്വർണത്തിന് എന്നെ വിറ്റോളൂ. വില കൂടുതലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറയൂ, ഇവൾ അതിലും എത്രയോ കൂടുതൽ അർഹിക്കുന്നു. ഇവളെ പരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ. ഇവളോട് കിട നിൽക്കാൻ തക്ക സ്ത്രീകളില്ലെന്ന് അങ്ങേക്ക് ബോധ്യമാകും. അലസനും സുഖിമാനുമായിരുന്ന അബു തൻ്റെ അടിമ പെണ്ണിൻ്റെ ബുദ്ധിയെയും പാണ്ഡിത്യത്തെയും കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഭാഗ്യം പരീക്ഷിക്കാൻ നിശ്ചയിച്ച് അവളെയും കൊണ്ട് ഖലീഫയുടെ സന്നിധിയിലേക്ക് ചെന്നു. അബു അവളുടെ അമൂല്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖലീഫ ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ദയ എന്നാണ് എന്നെ വിളിക്കുന്നത്. നീ യഥാർത്ഥത്തിൽ പണ്ഡിതയാണോ? ഏതെല്ലാം വിജ്ഞാന ശാഖകളിലാണ് നിനക്ക് പാണ്ഡിത്യം? പ്രഭു, ഞാൻ ഒട്ടേറെ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. കവിത, സംഗീതം, ജ്യോതിശാസ്ത്രം, ഗണിതം തുടങ്ങി പലതും. ഖുറാനിൽ എനിക്ക് അവഗാഹമുണ്ട്. 7 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അറിയാം. ഖുറാനിലെ അധ്യായങ്ങളുടെയും സൂക്തങ്ങളുടെയും വരികളുടെയും വാക്കുകളുടെയും സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും എല്ലാം കണക്ക് തിട്ടമായി അറിയാം. പ്രവാചകൻ മെക്കയിൽ വെച്ച് പ്രചോദനം കൊണ്ട് കുറിച്ച ഭാഗങ്ങളും മദീനയിൽ വെച്ച് എഴുതിയ ഭാഗങ്ങളും വേർതിരിച്ചറിയാം. വാസ്തുശില്പം, തർക്കം, വേദാന്തം, കാവ്യശാസ്ത്രം തുടങ്ങിയ ശാഖകളിലും പരിജ്ഞാനമുണ്ട്. കവിത എഴുതാനും പാടാനും അറിയാം. പക്ഷിയെപ്പോലെ നൃത്തം ചെയ്യാം. സംഗീതോപകരണങ്ങൾ പ്രയോഗിക്കാം. എൻ്റെ പാട്ടും നൃത്തവും ആസ്വദിക്കുന്നവർ വിമോഹിതരാകുന്നു. സുഗന്ധവസനം ചാർത്തി ഞാൻ ചാരത്തണയുമ്പോൾ കാൽവെപ്പുകൾ കാമുകന്മാരെ കൊല്ലുന്നു. എൻ്റെ അരക്കെട്ട് ചലിക്കുമ്പോൾ അവർ എടുത്തെറിയപ്പെടുന്നു. ഞാൻ കണ്ണിറുക്കുമ്പോൾ അവരുടെ ഹൃദയം തുളയുന്നു. ഞാൻ വള കിലുക്കുമ്പോൾ അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. ഞാനൊന്ന് തൊട്ടാൽ അവർ ഉയിർക്കുന്നു. തിരോഭവിച്ചാൽ മരിച്ചു പോകുന്നു. ഖലീഫ വിസ്മയഭരിതനായി. അവളുടെ വാക്കുകളും
മനോഹരമായ ആകാരവും അസാമാന്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അബുവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തുള്ള പണ്ഡിതന്മാരെ എല്ലാം വരുത്താം. ഇവളുടെ പാണ്ഡിത്യം പരീക്ഷിക്കാം. ജയിച്ചാൽ 10,000 സ്വർണവും ബഹുമതികളും നൽകാം. തോറ്റാൽ നിങ്ങൾ തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോകണം. അബു ശിരസ് കുനിച്ചു. ഖലീഫ ഉടനെ ഏറ്റവും വലിയ പണ്ഡിതനും യോഗി തുല്യനുമായ ഇബ്രാഹിം ഇബിൻ സിയാറിനെ വിളിച്ചു വരുത്തി ആലോചിച്ച് വിവിധ കലകളിലും ശാസ്ത്രങ്ങളിലും പണ്ഡിതന്മാരായ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി. ഉത്കണ്ഠയോടെയാണ് എല്ലാവരും വന്നത്. പണ്ഡിതന്മാർ സദസ്സിൽ ആസനസ്ഥരായി. ഖലീഫ എഴുന്നള്ളിയിരുന്നു. സൂചി വീണാൽ കേൾക്കും വണ്ണം സദസ്സ് നിശബ്ദമായി. മുഖാവരണത്തിലൂടെ ഒളി വീശുന്ന മന്ദസ്മിതവുമായി ഒതുങ്ങി നിന്നിരുന്ന ദയ മധുരസ്വരത്തിൽ ഖലീഫയോട് ഉണർത്തിച്ചു. പ്രഭു, അങ്ങ് കൽപ്പിക്കുന്നത് ഞാൻ അനുസരിക്കാം. ഇവരുടെ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഞാൻ സന്നദ്ധയാണ്. ഖലീഫ ആ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ പറഞ്ഞു. വിവിധ ശാഖകളിൽ അവൾക്കുള്ള പാണ്ഡിത്യം പരീക്ഷിക്കാൻ കൽപ്പിച്ചു. എല്ലാവരും ശിരസ് കുനിച്ച് ആജ്ഞ സ്വീകരിച്ചു. ദയ നമ്രശിരസ്കിയായി തെല്ലിട ആലോചിച്ച് പണ്ഡിതന്മാരെ അഭിസംബോധന ചെയ്തു. ആചാര്യന്മാരെ, നിങ്ങളിൽ ആർക്കാണ് ഖുറാനിൽ ഏറ്റവും പാണ്ഡിത്യം? എല്ലാവരുടെയും കണ്ണുകൾ ഒരു വൃദ്ധ പണ്ഡിതന്റെ നേരെ തിരിഞ്ഞു. ആ പണ്ഡിതൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ തന്നെ. എങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ചോദിച്ചുകൊള്ളൂ. പണ്ഡിതൻ ചോദിച്ചു, കുമാരി ഖുറാൻ പഠിച്ചിട്ടുണ്ടോ? ആരാണ് നിന്റെ ദൈവം? ആരാണ് പ്രവാചകൻ? ആരാണ് ഇമാം? എന്താണ് നിന്റെ ജീവിത പ്രമാണം? ഏതാണ് പുണ്യസ്ഥലം? ഏതാണ് നിന്റെ പാരമ്പര്യം? ആരെല്ലാമാണ് നിന്റെ ഭ്രാതാക്കൾ? അല്ലാഹുവാണ് ദൈവം. മുഹമ്മദാണ് പ്രവാചകൻ. എൻ്റെ പ്രമാണം ഖുറാനാണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് എൻ്റെ ഇമാം. മക്കയിൽ ഇബ്രാഹിം നിർമ്മിച്ച ദൈവഗേഹമായ ഖബയാണ് എൻ്റെ പുണ്യസ്ഥലം. പ്രവാചകന്റെ ആദർശമാണ് എൻ്റെ ജീവിത നിയമം. സുന്നി പാരമ്പര്യമാണ് എൻ്റെ മാർഗദർശകം. വിശ്വാസികളായ എല്ലാവരുമാണ് എൻ്റെ ഭ്രാതാക്കൾ. ദൈവമുണ്ടെന്ന് എങ്ങനെ അറിയാം? യുക്തി കൊണ്ട്. എന്താണ് യുക്തി? യുക്തി 2 തരമാണ്: സഹജവും ആർജിതവും. സത്യമാർഗത്തിൽ സഞ്ചരിക്കുവാനായി വിശ്വാസികൾക്ക് ദൈവം നൽകിയതാണ് സഹജയുക്തി. ആർജിതയുക്തി ബുദ്ധിമാന് വിദ്യാഭ്യാസം കൊണ്ടും പ്രയത്നം കൊണ്ടും ലഭിക്കുന്നതാണ്. ഉത്തരം അസലായി. ആകട്ടെ, യുക്തിയുടെ ഇരിപ്പിടമേതാണ്? ഹൃദയം. അവിടെ നിന്ന് ബുദ്ധിക്ക് പ്രചോദനം കിട്ടുന്നു. പ്രവാചകനെക്കുറിച്ച് എങ്ങനെയാണ് അറിവ് നേടിയത്? അല്ലാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചു. മാത്രമല്ല, പ്രവാചകന്റെ വിശുദ്ധ കൃത്യങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചു. നമ്മുടെ മതപ്രകാരം അനിവാര്യമായ കടമകൾ ഏതെല്ലാമാണ്? അല്ലാഹു ഒഴിച്ച് ദൈവമില്ല. മുഹമ്മദ് അല്ലാഹുവിൻ്റെ സന്ദേശക്കാരനാണ്. ആ വിശ്വാസം തന്നെയാണ് ആദ്യത്തേത്. പ്രാർത്ഥന, ദാനം, റംസാൻ മാസത്തിലെ ഉപവാസം, മക്കയിലേക്കുള്ള തീർത്ഥാടനം ഇവയാണ് മറ്റ് കടമകൾ. പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്താണ്? ഹൃദയത്തിൻ്റെ സൽസ്വഭാവം ദൈവത്തിന് സമർപ്പിക്കുക, ദൈവമഹിമയെ കൊണ്ടാടുക, ആത്മാവിനെ പ്രശാന്തിയിലേക്ക് ഉയർത്തുക. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരുക്കങ്ങൾ ഏതെല്ലാമാണ്? യഥാവിധി ശരീരം ശുദ്ധീകരിക്കണം, അഴുക്കില്ലാത്ത വസ്ത്രം ധരിക്കണം, ശുദ്ധിയുള്ള സ്ഥലം കാണണം, ശരീരത്തിൻ്റെ അടിഭാഗം വസ്ത്രാവൃതമാക്കണം, ഉദ്ദേശശുദ്ധി ഉണ്ടാകണം, മക്കയിലെ വിശുദ്ധമായ ഖബയുടെ നേരെ തിരിഞ്ഞിരിക്കണം. പ്രാർത്ഥനയുടെ മൂല്യമെന്താണ്? അത് വിശ്വാസത്തിന് പ്രതിഷ്ഠ നൽകുന്നു. വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ അതാണ്. പ്രാർത്ഥനയുടെ പ്രയോജനമെന്താണ്?
പ്രാർത്ഥനയ്ക്ക് ലൗകികമായ പ്രയോജനം ലക്ഷ്യമല്ല. പ്രാർത്ഥന ദൈവവുമായുള്ള ആത്മീയ ബന്ധമാണ്. പ്രാർത്ഥന ഹൃദയത്തെ പ്രകാശമാനമാക്കുന്നു, മുഖം തേജോമയമാക്കുന്നു, സുജ്ജന ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, പിശാചിനെ പ്രകോപിപ്പിക്കുന്നു, കാരുണ്യത്തെ ആകർഷിക്കുന്നു, തിന്മയെ ദൂരീകരിക്കുന്നു, വ്യാധികൾ അകറ്റുന്നു, ശത്രുബാധ ഒഴിയുന്നു, ആത്മാവിന് ഓജസ് നൽകുന്നു, ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇവയൊന്നും തന്നെ ഭൗതികമായ പ്രയോജനങ്ങളല്ല. പ്രാർത്ഥനയുടെ മർമ്മം എന്താണ്? ആ മർമ്മത്തിൻ്റെ മർമ്മമേതാണ്? പ്രാർത്ഥനയുടെ മർമ്മം ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിൻ്റെ മർമ്മമാകട്ടെ കരുണാമയനായ അല്ലാഹുവിൻ്റെ പേരിൽ എന്ന വചനമാണ്. ശുദ്ധീകരണം ഏതെല്ലാം വിധത്തിലുണ്ട്? ഇമാമായ മുഹമ്മദ് ഇബിൻ ഇദ്രീസിന്റെ പഴയ നിയമമനുസരിച്ച് 6 തരത്തിലാണ്. സൃഷ്ടാവിന് പ്രീതികരമാകും വണ്ണം ശരീരം ശുദ്ധീകരിക്കണം. ആദ്യം മുഖം കഴുകണം, പിന്നെ കൈകളും കൈമുട്ടുകളും, ശിരോഭാഗം ഉരുമുക, നഖം തൊട്ട് മുട്ടുവരെ കഴുകുക. ഇതാണ് ശുദ്ധീകരണ ക്രമം. ക്രമം കർശനമായി പാലിക്കണം. അല്ലാഹുവിൻ്റെ പേരിൽ എന്ന മന്ത്രത്തോടെ വേണം തുടങ്ങാൻ. കൈപ്പത്തികൾ മുമ്പേ കഴുകിയിട്ട് വേണം വെള്ളമിരിക്കുന്ന പാത്രത്തിൽ കൈയിടുക. വെള്ളമെടുത്ത് വായ്, നാസ്വാദ്വാരങ്ങൾ, ശിരസ്, ചെവികൾ എന്നീ ക്രമത്തിൽ കഴുകണം. മുടി വിരലുകൾ കൊണ്ട് കോതി ഒതുക്കണം. കൈവിരലുകളുടെയും കാലിൻ്റെ പെരിവിരലിൻ്റെയും ഞൊട്ടയൊടിക്കണം. വലങ്കാൽ മുന്നോട്ട് വെച്ച് ശുദ്ധീകരണ ക്രിയ ഈ ക്രമത്തിൽ തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കണം. ഓരോ തവണയും മുമ്പ് പറഞ്ഞ മന്ത്രം ആവർത്തിക്കണം. ശുദ്ധീകരണം കഴിയുമ്പോൾ ദൈവമേ, എന്നെ പരിശുദ്ധനും പശ്ചാത്താപഭരിതനും വിശ്വാസിയുമായി എണ്ണിക്കൊള്ളണമേ. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ഞാൻ സ്വർഗത്തിലേക്ക് 7 കവാടങ്ങളും തുറന്നു കൊടുക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാം തികച്ചും ശരി തന്നെ. ഒരാൾ ശുദ്ധീകരണം നടത്തുമ്പോൾ മാലാഖമാരും പിശാചുക്കളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അറിയാമോ? മാലാഖമാർ അയാളുടെ വലതുവശത്തും പിശാചുക്കൾ ഇടതുവശത്തും വന്നു നിൽക്കും. എന്നാൽ അല്ലാഹുവിൻ്റെ പേരിൽ എന്ന ആദ്യ വചനം കേൾക്കുന്ന പാടെ പിശാചുക്കൾ ഓടിപ്പോകും. മാലാഖമാർ അടുത്തു വന്ന് ശിരസിന് മുകളിൽ പ്രകാശവലയം വീശി അല്ലാഹുവിനെ സ്തുതിച്ചു പാടും. പാപമോചനത്തിന് മധ്യസ്ഥ വഹിക്കും. ശുദ്ധീകരണത്തിനു മുമ്പ് ആ വാക്യം മന്ത്രിച്ചില്ലെങ്കിൽ പിശാചുക്കൾ കടന്നു ബാധിച്ച് ആത്മാവിനെ അടിപ്പെടുത്തും. ദേഹം മുഴുവൻ വെള്ളമൊഴിച്ച് തേച്ചു കഴുകണം. അവസാനമേ കാലുകൾ തേച്ചു കഴുകാവൂ. തയമ്മും എന്ന് പറയുന്ന ശുദ്ധീകരണം എങ്ങനെയാണ്? അത് മണ്ണുകൊണ്ടാണ് നിർവഹിക്കുക. 7 അവസരങ്ങളിലേ അത് പാടുള്ളൂ എന്ന് പ്രവാചകൻ വിധിച്ചിട്ടുണ്ട്. വെള്ളം തീരെ കിട്ടാതെ വരിക, ജലദൗർബല്യമുണ്ടാവുക, കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് വരിക, മുക്കിക്കൊണ്ടു പോകുമ്പോൾ ഉള്ള വെള്ളം താഴെ മറിഞ്ഞോ മറ്റോ നഷ്ടപ്പെടുമെന്ന ആശങ്ക തോന്നുക, വെള്ളം സ്പർശിക്കാൻ വയ്യാത്ത രോഗം പിടിപെട്ടിരിക്കുക, അനങ്ങാൻ വയ്യാത്ത ഒടിവോ ചതവോ ഉണ്ടായിരിക്കുക, സ്പർശിക്കാൻ വയ്യാത്ത മുറിവേറ്റിരിക്കുക. ഈ അവസ്ഥകളിൽ മാത്രമേ മണ്ണ് കൊണ്ടുള്ള ശുദ്ധീകരണം പാടുള്ളൂ. വിശ്വാസത്തോടെ മണ്ണ് കയ്യിലെടുത്ത് അതുകൊണ്ട് മുഖവും കൈത്തണ്ടകളും തേക്കുന്ന ക്രിയ അനുകരിക്കുക. ഇതാണ് വിധി. സുനാ നിയമമനുസരിച്ച് വലത് ഭാഗമാണ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു പോകാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏതെല്ലാമാണ് ചെയ്യേണ്ടത്? ആദ്യം തക്ബീർ ചൊല്ലണം. അല്ലാഹുവാണ് അപ്രമേയ ശക്തി. പിന്നെ ഖുറാനിലെ പ്രഥമ അധ്യായമായ ഫാത്തിഹ ചൊല്ലണം. നമസ്കരിക്കണം. കാൽമുട്ടൂന്നിയിരിക്കണം. പ്രവാചകന്റെ പേരിൽ സ്തുതി പറയണം. മനഃശുദ്ധി പാലിക്കണം. സുന്നാക്രമം അനുസരിച്ചാണെങ്കിൽ പാണിതലങ്ങൾ മക്കയുടെ നേരെ ഉയർത്തിപ്പിടിക്കണം. ഫാത്തിഹ വീണ്ടും ചൊല്ലണം.
ഖുറാനിലെ മറ്റേതെങ്കിലും ഭാഗവും പാരായണം ചെയ്യണം. സക്കാത്ത് നൽകുന്നത് ഏതെല്ലാം വിധത്തിലാകാം? സ്വർണം, വെള്ളി, ഒട്ടകം, പശു, ആട്, പലതരം ധാന്യങ്ങൾ, ഈത്തപ്പഴം തുടങ്ങി 14 തരത്തിലാകാം. 20-ൽ താഴെ സ്വർണ്ണ നാണ്യങ്ങളെ മുതലായിട്ടുള്ളൂവെങ്കിൽ അങ്ങനെയുള്ള ആൾ സക്കാത്ത് നൽകേണ്ടതില്ല. അതിന് മുകളിലുള്ള സംഖ്യയുടെ 3% ദാനം ചെയ്യണം. വെള്ളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. 5 ഒട്ടകമുള്ള ഒരാൾ ഒരാടിനെയും 20 പശുക്കളുള്ളവൻ ഒരൊട്ടകത്തെയും 40 ആടുകളുള്ളവൻ ഒരാട്ടിൻകുട്ടിയെയും എന്ന ക്രമത്തിൽ സക്കാത്ത് നൽകണം. ഉപവാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? റംസാൻ മാസത്തിൽ ദിവസവും സൂര്യാസ്തമയം വരെ ഭക്ഷ്യപാനീയങ്ങളും ലൈംഗിക സംയോഗവും വർജിച്ച് ദൈവവിചാരത്തോടെ വസിക്കുന്നതാണ് ഉപവാസം. അത് ചന്ദ്രദർശനം വരെ തുടരണം. നിസ്സാരങ്ങളായ വാദപ്രതിവാദങ്ങളിലും കർമ്മങ്ങളിലും ഏർപ്പെടാതിരിക്കുകയും ഖുർആൻ ഒഴിച്ച് മറ്റൊന്നും വായിക്കാതിരിക്കുകയും ചെയ്താൽ ഉത്തമമായി. ഉപവാസത്തിന് ഹാനികരമായി തോന്നുന്നതും വാസ്തവത്തിൽ ഹാനികരമെന്ന് വിശുദ്ധ ഗ്രന്ഥം വിധിച്ചിട്ടില്ലാത്തതുമായ ചിലതെല്ലാമില്ലേ? ഉവ്. സുഗന്ധദ്രവ്യങ്ങൾ, കേശതൈലങ്ങൾ, കൺമഷി തുടങ്ങിയവയും തെരുവിൽ നിന്നും പറ്റുന്ന പൊടിയും തുപ്പലിറക്കുന്നതും അന്യ സ്ത്രീയുടെ ദർശനവും ആരോഗ്യാർത്ഥം ചോര കുത്തിക്കളയുന്നതും ഉപവാസത്തിന് തടസ്സം വരുത്തുന്നില്ല. ഏകാന്തമായ ആത്മപരിശോധനാ ധ്യാനം എങ്ങനെയാണ്? ഏറെ നാൾ ദേവാലയത്തിൽ തന്നെ വസിക്കുക. വിസർജനത്തിന് മാത്രമേ പുറത്തു പോകാവൂ. മൗനം ആചരിക്കണം. സ്ത്രീ സമ്പർക്കം പാടില്ല. ഇത് സുനാ നിയമമാണ്. എല്ലാവരും അനുഷ്ഠിക്കേണ്ടതായി വിധിക്കപ്പെട്ടിട്ടില്ല. തീർത്ഥയാത്രയെക്കുറിച്ച് എന്തറിയാം? മക്കയിലേക്ക് തീർത്ഥയാത്ര പോവുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വേണമെന്ന് വിധിയുണ്ട്. തീർത്ഥാടകന്റെ വസ്ത്രങ്ങൾ ധരിക്കണം. സ്ത്രീകളെ വർജിക്കണം. മുണ്ടനം ചെയ്യണം. നഖം മുറിക്കണം. ശിരസ്സും മുഖവും ആവരണം ചെയ്യണം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? അത് ഇസ്ലാമിനെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ അവിശ്വാസികളുടെ നേരെയുള്ള യുദ്ധമാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കരുതെന്നാണ് വിധി. ക്രയവിക്രയങ്ങളെക്കുറിച്ച് ചിലത് പറയാമോ? ക്രയവിക്രയങ്ങളിൽ ഇരു കക്ഷികൾക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഗൗരവമുള്ള കാര്യങ്ങളിൽ രേഖാമൂലമായ ഉഭയസമ്മത വ്യവസ്ഥയുണ്ടാക്കണം. സുന്നാ നിയമം ചില വസ്തുക്കൾ വിൽക്കാൻ എന്ന് വിലക്കിയിട്ടുണ്ട്. ഉണങ്ങിയ ഈന്തപ്പഴം പുതിയ ഈന്തപ്പഴത്തിന് പകരമായി കൈമാറരുത്. അത്തിപ്പഴവും മാംസവും അങ്ങനെ കൈമാറാൻ പാടില്ല. സാമാന്യമായി പറഞ്ഞാൽ പഴയ സാധനങ്ങൾക്ക് പകരം പുതിയ സാധനങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. ദയ പാണ്ഡിത്യത്തിൽ തനിക്ക് തുല്യാണെന്നറിഞ്ഞിട്ടും പ്രശ്നകർത്താവിന് അത് സമ്മതിക്കാൻ വൈമനസ്യമായിരുന്നു. അതുകൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു, ശുചീകരണത്തിന്റെ അർത്ഥമെന്താണ്? ശുദ്ധമാകൽ, ബാഹ്യവും ആന്തരികവുമായ മാലിന്യം ദൂരീകരിക്കൽ. ഉപവാസം എന്ന വാക്കിൻ്റെയോ? വിമോചനം. ദാനത്തിന്റെ അർത്ഥം? സ്വയം സമ്പന്നനാവുക. തീർത്ഥയാത്രയുടെയോ? ലക്ഷ്യപ്രാപ്തി. യുദ്ധമെന്നാലോ? ആത്മരക്ഷ. പണ്ഡിതൻ ഗത്യന്തരമില്ലാതെയായപ്പോൾ സദസ്സിനെ നോക്കി ഉറക്കെ പ്രഖ്യാപിച്ചു, എനിക്കിനി ചോദിക്കാനൊന്നുമില്ല. ഇവളുടെ വിജ്ഞാനവും വിവരണ വൈഭവവും അത്ഭുതകരമാണ്. ദയ മന്ദഹാസത്തോട് ചോദിച്ചു, ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ? പണ്ഡിതൻ സമ്മതിച്ചപ്പോൾ അവൾ ചോദിച്ചു, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതെല്ലാമാണെന്ന് പറയാമോ? അല്പം ആലോചിച്ചിട്ട് പണ്ഡിതൻ പറഞ്ഞു, അവ 4 വിശ്വാസം, സത്യസന്ധത, കർത്തവ്യബോധം, പ്രതിജ്ഞാനിർവഹണം. ഒരു ചോദ്യം കൂടിയുണ്ട്. ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ മേലങ്കി എനിക്ക് തരണം. ശരി, ചോദിച്ചുകൊള്ളൂ. ഇസ്ലാമിൻ്റെ ശാഖകൾ ഏതെല്ലാം? ഏറെ നേരം ആലോചിച്ചിട്ടും പണ്ഡിതന് പിടികിട്ടിയില്ല. അപ്പോൾ ഖലീഫ
ദയയോട് പറഞ്ഞു. നീ തന്നെ ഉത്തരം പറയുമെങ്കിൽ മേലങ്കി നിനക്കെടുക്കാം. അവൾ പറഞ്ഞു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ 20 വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള വിധേയത്വം, പ്രവാചകന്റെ വാക്മൂലമായ നിർദ്ദേശങ്ങളും പാരമ്പര്യങ്ങളും പാലിക്കൽ, അനീതിവർജനം, അവിഹിത ആഹാരവർജനം, ഔദാര്യം കൊണ്ട് തിന്മ വ്യാപിക്കാൻ ഇടകൊടുക്കാതെ ദുർമാർഗചര്യകളെ അമർച്ച ചെയ്യൽ, പശ്ചാത്താപം, മതപഠനം, ശത്രുക്കൾക്ക് നന്മ ചെയ്യൽ, വിശ്വാസികൾക്ക് ഉദവി ചെയ്യൽ, പരിവർത്തനങ്ങളെ തടയൽ, ആപത്തിൽ ധീരത കാണിക്കൽ, കരുത്തുണ്ടായിരിക്കെ മാപ്പ് കൊടുക്കൽ, നിർഭാഗ്യത്തിൽ ക്ഷമിച്ചിരിക്കൽ, അല്ലാഹുവിനെയും പ്രവാചകനെയും മനം കൊണ്ട് അറിഞ്ഞിരിക്കൽ, തിന്മയുടെ പ്രലോഭനങ്ങളെ ചെറുക്കൽ, ആത്മാവിൻ്റെ ദുർഭാവങ്ങൾ ദൂരീകരിക്കൽ, ദൈവത്തിന് സ്വയം സമർപ്പിക്കൽ. ഇവയാണ് അടിസ്ഥാന തത്വങ്ങൾ. ഖലീഫ അവളുടെ സംഭാഷണം കേട്ടപ്പോൾ സംതൃപ്തനായി. പണ്ഡിതനോട് മേലങ്കി അവൾക്ക് നൽകാൻ കൽപ്പിച്ചു. ഉടനെ മറ്റൊരു മതപണ്ഡിതൻ എഴുന്നേറ്റു. എനിക്കേതാനും ചില ചെറിയ ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടത്? ആദ്യം കൈ കഴുകണം, പ്രാർത്ഥിക്കണം, ഇടത്തോട്ട് ഊന്നിയിരിക്കണം, തള്ളവിരലും തൊട്ടടുത്തുള്ള 2 വിരലുകളും മാത്രമേ ഉപയോഗിക്കാവൂ. ഭക്ഷണം കുറേശ്ശെടുത്ത് നന്നായി ചവച്ച് കഴിക്കണം. അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നവരുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കരുത്. അത് അവരെ അസ്വസ്ഥരാക്കും. ഉത്തരം പറയാമോ? എന്താണ് ഉത്തമം? എന്താണ് അതിൽ പാതി? എന്താണ് അതിലും കുറഞ്ഞത്? വിശ്വാസിയായിരിക്കുന്നത് ഉത്തമം, വിശ്വാസം നടിക്കുന്നത് അതിൽ പാതി, അവിശ്വാസികളുടെ നില ഏറ്റവും താഴ്ന്നത്. ശരി തന്നെ. വിശ്വാസത്തിൻ്റെ ഇരിപ്പിടം ഏതാണ്? അതിന് 4 ഇരിപ്പിടങ്ങളുണ്ട്: ഹൃദയം, ബുദ്ധി, നാക്ക്, അവയവങ്ങൾ. ഹൃദയത്തിൻ്റെ ശക്തി ആനന്ദത്തിലാണ്, ബുദ്ധിയുടേത് സത്യജ്ഞാനത്തിലാണ്, നാവിൻ്റേത് ആത്മാർത്ഥതയിലാണ്, ശരീരത്തിൻ്റേത് വിധേയത്വത്തിലും. എത്ര തരം ഹൃദയങ്ങളുണ്ട്? പലതരം. വിശ്വാസിയുടെ ഹൃദയം വിശുദ്ധവും ആരോഗ്യപൂർണവുമാണ്, അവിശ്വാസിയുടേത് നേരെ മറിച്ചും. ഭൗതിക വസ്തുക്കളോട് ബന്ധപ്പെട്ട ഹൃദയമുണ്ട്, ആത്മീയമായ ആനന്ദത്തോട് ബന്ധപ്പെട്ട ഹൃദയവുമുണ്ട്. കാമ, ക്രോധ, ലോഭമോഹാദികൾ നിറഞ്ഞ ഹൃദയങ്ങളുണ്ട്. സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയങ്ങളുണ്ട്. പ്രവാചകന്റെ പവിത്ര ഹൃദയം എല്ലാത്തിൻ്റെയും ഹൃദയമാകുന്നു. പണ്ഡിതൻ ചോദ്യം നിർത്തി അവളെ പ്രശംസിച്ചു. ഇനി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? അവൾ ഖലീഫയുടെ അനുമതിയോടെ പ്രശ്നകർത്താവിനോട് ചോദിച്ചു. കർത്തവ്യങ്ങളിൽ ഏതാണ് മറ്റെല്ലാത്തിനേക്കാൾ മുഖ്യം? പണ്ഡിതന് ഉത്തരം മുട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ശുദ്ധീകരണമാണ് പ്രഥമ കർത്തവ്യം. മതകർത്തവ്യങ്ങളും വിശുദ്ധ ഗ്രന്ഥം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും ശുദ്ധീകരണത്തിന് ശേഷമല്ലാതെ അനുഷ്ഠിച്ചുകൂടാ. അവൾ നിശബ്ദയായി പണ്ഡിത സദസ്സിലേക്ക് നോക്കി. അപ്പോൾ ഖുറാനിൽ കിടയറ്റ പണ്ഡിതനെന്ന് കീർത്തി കേട്ട ഒരാൾ എഴുന്നേറ്റു. അല്ലാഹുവിൻ്റെ ഗ്രന്ഥം മുഴുവൻ നീ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഒരു വിവരണം നൽകാമോ? ഖുറാനിൽ 114 അധ്യായങ്ങളുണ്ട്. 70 മക്കയിൽ വെച്ചും 44 മദീനയിൽ വെച്ചുമാണ് ഓതിക്കൊടുത്തത്. ദശകങ്ങളായി തിരിച്ച 621 ഭാഗങ്ങളുണ്ട്. 6236 പദ്യങ്ങളുണ്ട്. 79,439 വാക്കുകളുണ്ട്. 3,23,670 ലിപികളുണ്ട്. 25 പ്രവാചകന്മാരുടെ പേരുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ആദം, നൂഹ്, ഇസ്മായിൽ, ഇസഹാക്ക്, യാക്കൂബ്, യൂസഫ്, ഇല്യാസ്, യൂനസ്, ലൂത്ത്, സ്വാലിഹ്, ഹൂദ്, ശുഹൈബ്, ദാവൂദ്, സുലൈമാൻ, ദുൽഖഫ്, ഇദ്രീസ്, ഇല്യാസ്, യഹ്യ, സക്കറിയ, ആയൂബ്, മൂസ, ഹാറൂൻ, ഈസ, മുഹമ്മദ്. ചിറകുള്ള 9 ജീവികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈച്ച, തേനീച്ച, കാക്ക, പുൽച്ചാടി,
ബുൾബുൾ, കടവാതിൽ തുടങ്ങി. എല്ലാം തികച്ചും ശരി തന്നെ. ആകട്ടെ, പ്രവാചകൻ അവിശ്വാസികളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ഏത് പദ്യത്തിലാണെന്ന് പറയാമോ? ഇതാണ് ആ പദ്യം. ക്രിസ്ത്യാനികളുടെ മാർഗം തെറ്റാണെന്ന് ജൂതന്മാർ പറയും. ജൂതന്മാരുടെ മാർഗം തെറ്റാണെന്ന് ക്രിസ്ത്യാനികൾ. ഇരു കൂട്ടരുടെയും പ്രസ്താവം അത്രത്തോളം ശരിയാണ്. വിശുദ്ധ ഗ്രന്ഥം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയതെങ്ങനെ? ഇപ്പോഴുള്ള വിധം പൂർണ്ണ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നതാണോ? പല സന്ദർഭങ്ങളിലായി പല ഭാഗങ്ങളായി എത്തിച്ചേർന്നതാണോ? ഗബ്രിയേൽ മാലാഖ ദൈവാജ്ഞയനുസരിച്ച് പ്രവാചകന് എത്തിച്ചു കൊടുത്തതാണ്. ഒന്നിച്ചല്ല, 20 വർഷങ്ങൾക്കിടയിൽ പല സൂക്തങ്ങളായി പല സന്ദർഭങ്ങളിലായിട്ടാണ് നൽകിയത്. പ്രവാചകന്റെ ഏതെല്ലാം അനുയായികൾ ചേർന്നാണ് അവ സംയോജിപ്പിച്ച് ഏക ഗ്രന്ഥമാക്കിയത്? ഉബയുബിൻ ഖാദ്, സെയ്ദ് താബി, അബു ഉബൈദുബിൻ അൽ ജറാഹ്, ഉസ്മാനുബിൻ അഫ്ഫാൻ എന്നീ 4 പേരാണ് ആ പവിത്ര കർമ്മം ചെയ്തത്. ഖുറാന്റെ പഠന പാരായണം എങ്ങനെയായിരിക്കണമെന്ന് ചിട്ടപ്പെടുത്തിയത് ആരെല്ലാമാണ്? 4 പേരാണ് ആചാര്യന്മാർ: അബ്ദുള്ള ബിൻ മസൂദ്, ഉബയുബിൻ ഖാദ്, മു അദ്ബുദ്ദീൻ ജബൽ, സാലിം ബിൻ അബ്ദുള്ള. വിശ്വാസികളെ, ഭൗതിക സുഖങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണമെന്നില്ല. ഏതവസരത്തിലാണ് ഈ വാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ചില അനുയായികൾ ലൈംഗിക ശേഷി ബലികഴിച്ച് രോമകുപ്പായം ധരിക്കുക എന്ന കവിഞ്ഞ പരിധിവരെ സന്യാസം ആചരിച്ചപ്പോൾ പണ്ഡിതന് മതി വന്നു. പ്രഭു, വിജ്ഞാനത്തിൽ ഇവൾ അതുല്യാണ് എന്നയാൾ പ്രഖ്യാപിച്ചപ്പോൾ അവൾ അനുവാദം വാങ്ങി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഖുറാനിൽ ഏത് പദ്യത്തിലാണ് കാഫ് എന്ന ലിപി 23 തവണ ഉപയോഗിച്ചിട്ടുള്ളത്? മീം എന്ന ലിപി 16 പ്രാവശ്യവും ഐൻ എന്ന ലിപി 40 വട്ടവും ഉപയോഗിച്ചിട്ടുള്ളത്? പണ്ഡിതൻ വാ പൊളിച്ചുപോയി. ദയ അയാളുടെ മേലങ്കി ഊരി വാങ്ങിച്ച് ശരിയായ ഉത്തരം സ്വയം പറഞ്ഞു. ഒരു പ്രശസ്ത വൈദ്യനായിരുന്നു പിന്നത്തെ പ്രശ്നകർത്താവ്. ഇതുവരെ സംസാരിച്ചതെല്ലാം ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി മനുഷ്യ ശരീരത്തെക്കുറിച്ച് ചിലത് ചോദിക്കാം. ശരീരത്തിൻ്റെ ഘടന, ഞരമ്പുകൾ, അസ്ഥികൾ, നട്ടെല്ല് ഇവയെക്കുറിച്ച് വിവരിക്കാമോ? ആദാമിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആദാം എന്ന പേര് അറബിയിലെ അദീം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ഭൂമിയുടെ ഉപരിതലം എന്നാണ് അതിനർത്ഥം. ആദ്യ മാനവന് ആ പേര് നൽകാൻ കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നെടുത്ത മണ്ണുകൊണ്ടാണ് അയാളെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് തന്നെ. കിഴക്കൻ മണ്ണുകൊണ്ട് തലയും, ഖാബയിലെ മണ്ണുകൊണ്ട് മാറിടവും, പടിഞ്ഞാറൻ മണ്ണുകൊണ്ട് പാദങ്ങളും സൃഷ്ടിച്ചു. ശരീരത്തിൽ ആർജനത്തിന് 7 ദ്വാരവും വിസർജനത്തിന് 2 ദ്വാരവും സൃഷ്ടിച്ചു. വെള്ളം, ഭൂമി, അഗ്നി, ആകാശം എന്നിവ സംയോജിപ്പിച്ചാണ് സൃഷ്ടി. അവയുടെ ധർമ്മം മനുഷ്യപ്രകൃതിയിൽ പ്രതിഫലിക്കുന്നു. കോപം, താപം, പ്രസാദം തുടങ്ങിയ മനോഭാവങ്ങളിൽ കൂടിയാണ് അത് പ്രകടമാകുന്നത്. 360 ഗ്രന്ഥികളും 240 എല്ലുകളുമുണ്ട്. പ്രാണധാരണം, പ്രത്യുൽപാദനം, ക്ഷുത്ത് എന്നിങ്ങനെ 3 സഹജ പ്രേരണകൾ നൽകി. ഹൃദയവും കരളും ശ്വാസകോശവും, 6 ചെറുകുടലുകളും, 2 മൂത്രാശയങ്ങളും, തലച്ചോറും ത്വക്കും മറ്റും നൽകി. പഞ്ചേന്ദ്രിയങ്ങൾ നൽകി. ഹൃദയം നെഞ്ചിൽ ഇടതുവശത്തും ഉദരം അതിന് താഴെയും സൃഷ്ടിച്ചു. ശ്വാസകോശങ്ങൾ ഹൃദയത്തിൻ്റെ വിശറികളാണ്. വലതുവശത്തുള്ള കരൾ ഹൃദയത്തിൻ്റെ കാവൽക്കാരനാണ്. ശിരസിൽ 48 അസ്ഥികളുണ്ട്. മാറിൽ 24 വാരിയലുകളുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മാത്രം വാരിയല് 25 എണ്ണമുണ്ട്. കൂടുതലായ ഒരു വാരിയല് വലതുവശത്താണ്. ഉദരത്തിൽ ശിശുവിനെ ഭദ്രമായി താങ്ങി നിർത്തുവാനാണ് അങ്ങനെ ഒരു എല്ല് കൂടി കൂടുതൽ നൽകിയിരിക്കുന്നത്. രോഗലക്ഷണങ്ങളെക്കുറിച്ച് എന്തറിയാം? രോഗലക്ഷണങ്ങളെ ബാഹ്യം, ആഭ്യന്തരം എന്ന് 2ആയി തിരിക്കാം.
അവ രോഗത്തിൻ്റെ ഗുരുത്വവും സ്വഭാവവും സൂചിപ്പിക്കുന്നു. ഒരു നല്ല വൈദ്യന് രോഗിയുടെ കൈപ്പടത്തിൻ്റെ വലിച്ചിലും ചൂടും മരവിപ്പും ശൈത്യവും ആർദ്രതയും തൊട്ടറിഞ്ഞ് രോഗം ഗ്രഹിക്കാം. കണ്ണിന് മഞ്ഞനിറം വന്നാൽ രോഗം കരളിനാണ്. മുതുകിന് കുനിവുള്ള ഒരാൾക്ക് ശ്വാസകോശങ്ങളുടെ വീർപ്പാണ് രോഗം. ഛർദി, വേദന, നീർവീക്കം, വിസർജനങ്ങൾ ഇവയെല്ലാമാണ് ആഭ്യന്തര ലക്ഷണങ്ങൾ. ശിരോരോഗങ്ങൾക്ക് കാരണമെന്താണ്? ആഹാരദോഷമാണ് മുഖ്യം. കഴിച്ചത് ദഹിക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുക. വിശപ്പില്ലാത്തപ്പോഴും ഭക്ഷണം കഴിക്കുക. ഇതാണ് ദോഷം. തീറ്റ കൊതിയാണ് ലോകത്തിലെ രോഗങ്ങളുടെ മുഖ്യ കാരണം. ദീർഘായുസ് വേണ്ടവർ മിതത്വം പാലിക്കണം. വിഷയാസക്തി കുറയ്ക്കണം. കാലത്തെ ഉണരണം. അധികം ഉറക്കമൊഴിക്കരുത്. ചോര കുത്തിക്കളയുന്നതിൽ വിമുഖരാകരുത്. ഉദരസ്ഥിതി എപ്പോഴും സൂക്ഷിക്കണം. ഉദരത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്നിൽ ഭക്ഷണം, മറ്റേതിൽ വെള്ളം, മൂന്നാമത്തേത് ഒഴിച്ചിടണം. ശ്വാസോച്ഛ്വാസത്തിന് അതാവശ്യമാണ്. ഇതേ വിഭജനം ചെറുകുടലിനുമുണ്ട്. ചെറുകുടലിന് 18 ചാൺ ദൈർഘ്യമുണ്ട്. എല്ലാം ശരിയായ ഉത്തരങ്ങൾ തന്നെ. ഔഷധ ചികിത്സയെ എങ്ങനെ തരംതിരിക്കാം? 2 തരംതിരിക്കാം. രോഗനിദാന ഗ്രഹണം, പ്രതിവിധി നിർണയം. ഉത്തമമായ ജലമേതാണ്? മൺകൂജയിലെ ശുദ്ധജലം സുഖകരമായ സുഗന്ധം ചേർത്തത്, അല്ലെങ്കിൽ വാസന പുക ഒള്ളിച്ചത് കൂടുതൽ വിശിഷ്ടമാണ്. ഭക്ഷണത്തിന് ശേഷമേ വെള്ളം കുടിക്കാവൂ. ഉദരമാണ് രോഗങ്ങളുടെ തൊട്ടിൽ. മലബന്ധമാണ് എല്ലാ രോഗങ്ങളുടെയും നിദാനം. ശുചിത്വ പാലനമാണ് ചികിത്സയുടെ അടിസ്ഥാന തത്വം എന്നാണല്ലോ പ്രവാചകന്റെ വചനം. ഏതുതരം ഭക്ഷണമാണ് ഏറ്റവും നല്ലത്? കുടുംബിന് വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം. ചെലവ് കുറയും, ഹൃദ്യമായിരിക്കുകയും ചെയ്യും. തരീദ് എന്ന് പറയുന്ന ആഹാര പദാർത്ഥമാണ് ഏറ്റവും നല്ലത്. ആഹാര വസ്തുക്കളിൽ ഉത്തമം തരീദാണ്. സ്ത്രീകളിൽ ആയിഷ എന്ന പോലെ എന്നാണ് പ്രവാചകവാക്യം. പഴങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? പഴങ്ങളും ആട്ടിൻ മാംസവുമാണ് ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണവസ്തുക്കൾ. പഴങ്ങൾ അതതിൻ്റെ കാലത്ത് ഭക്ഷിക്കണം. കാലം കഴിഞ്ഞാൽ ഗുണമില്ല. വീഞ്ഞിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിശുദ്ധ ഗ്രന്ഥം അത് വിശദമായി പറഞ്ഞിരിക്കെ ചോദിക്കാൻ എന്തിരിക്കുന്നു? വീഞ്ഞിന് പല ഗുണങ്ങളുണ്ടെങ്കിലും വിലക്കപ്പെട്ടതാണ്. അത് ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നു, വികാരങ്ങൾക്ക് ചൂടേറ്റുന്നു. മദ്യവും ചൂതാട്ടവുമാണ് വിശ്വാസികൾ വർജിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ. മറുപടി അസലായി. ചോര കുത്തിക്കളയുന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാമോ? രക്താധിക്യത്തിനുള്ള പ്രതിവിധിയാണിത്. ഉപവാസം അനുഷ്ഠിക്കണം. കാറ്റും മഴയുമില്ലാത്ത ദിവസത്തിൽ വേണം അത് ചെയ്യാൻ. മാസത്തിലെ 17-ാം നാളിൽ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഉത്തമ ഗുണം ലഭിക്കും. ശിരസിനും കണ്ണുകൾക്കും അത് വളരെ നന്നായിരിക്കും. വലിയ ചൂടോ തണുപ്പോ ഉള്ളപ്പോഴും ഉപ്പും പുളിയും അധികം കഴിച്ചിരിക്കുമ്പോഴും ചെയ്യരുത്. ബുധൻ, ശനി എന്നീ ദിവസങ്ങൾ വർജിക്കണം. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജീവിത പരിജ്ഞാനം അറിയണമല്ലോ. സ്ത്രീ പുരുഷ സംയോഗത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ദയയുടെ മുഖം ലജ്ജാതരുണമായി. ഉത്തരം അറിഞ്ഞുകൂടാത്തതിനാലാണെന്ന് ഖലീഫ വിചാരിച്ചു. അവൾ ഖലീഫയുടെ നേരെ തിരിഞ്ഞ് ഉണർത്തിച്ചു. അജ്ഞതയല്ല എൻ്റെ മൗനത്തിന് കാരണം. ഉത്തരം എൻ്റെ നാക്കിലുണ്ട്. പക്ഷേ അങ്ങയുടെ സാന്നിധ്യത്തിൽ തടസ്സമില്ല. തുറന്നു പറഞ്ഞുകൊള്ളൂ. സ്ത്രീ പുരുഷ സംയോഗം ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. അത് ശരീരത്തിനും ആത്മാവിനും ആശ്വാസം നൽകുന്നു, പ്രസന്നത നൽകുന്നു, സ്നേഹവായ്പ ഉളവാക്കുന്നു, മനസ്സിനെ സുസ്ഥിതിയിലാക്കുന്നു. വൃദ്ധ സ്ത്രീ സംയോഗം വർജിക്കണം. അത് രോഗകാരണമാണ്. പുരുഷൻ കാരുണ്യമുള്ള സമർത്ഥയെ തിരഞ്ഞെടുക്കണം. ഒന്ന് കണ്ണിറുക്കിയാൽ കാര്യം ഗ്രഹിക്കുന്നവൾ, കൈകൊണ്ടും കാലുകൊണ്ടും സംസാരിക്കുന്നവൾ, ഉടമയ്ക്ക് വേറെ ആരാമങ്ങളോ
പുഷ്പശൈകളോ ആവശ്യമില്ലാതാക്കുന്നവൾ. മറുപടി അസലായി. ഇനി മറ്റൊരു ചോദ്യം. എല്ലായ്പ്പോഴും കാരാഗൃഹത്തിൽ കിടക്കുകയും സ്വതന്ത്രമായി ശ്വസിക്കുമ്പോൾ മരണമടയുകയും ചെയ്യുന്ന വസ്തു ഏതാണ്? ഏറ്റവും വൈശിഷ്ട്യമുള്ള പഴങ്ങൾ ഏതെല്ലാമാണ്? ആദ്യത്തേത് മത്സ്യമാണ്. പഴങ്ങൾ ചെറുനാരങ്ങയും മാതളപ്പഴവും തന്നെ. പണ്ഡിത വൈദ്യൻ ചോദ്യം നിർത്തിയപ്പോൾ അവൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഭൂമിയെപ്പോലെ ഉരുണ്ടിരിക്കും. കണ്ണിലാണ് ജീവിതം. പുറത്തേക്ക് പോയും വന്നുമിരിക്കും. രാത്രി ഇടയെ വെടിയും. പകൽ വീണ്ടും ആശ്ലേഷിക്കും. എപ്പോഴും സാധനങ്ങളുടെ വക്കിലേയിരിക്കും. ഏതാണ് ഈ വസ്തു? പണ്ഡിതൻ തല പുണ്ണാക്കി. അയാൾ അടിയറവ് പറഞ്ഞപ്പോൾ അവൾ മേലങ്കി ഊരി വാങ്ങിച്ചു. സ്വയം ഉത്തരം പറഞ്ഞു. കുപ്പായ കുടുക്കും അതിൻ്റെ ദ്വാരവും. പിന്നീട് എഴുന്നേറ്റത് ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. ആ വൃദ്ധൻ അവളുടെ പുഞ്ചിരി തൂകുന്ന കണ്ണുകളിലേക്ക് നോക്കി. എല്ലാ നക്ഷത്രങ്ങളെയും അതിശയിപ്പിക്കുന്ന പ്രകാശമുള്ള ആ കണ്ണുകൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. സൂര്യൻ എവിടെ ഉദിക്കുന്നു, എവിടെ അസ്തമിക്കുന്നു? അയാൾ ചോദ്യം തുടങ്ങി. കിഴക്കുള്ള നദികളിൽ നിന്നുദിക്കുന്നു. പടിഞ്ഞാറൻ നദികളിൽ അസ്തമിക്കുന്നു. 140 നദികളുണ്ട്. സൂര്യൻ പകലിൻ്റെ നാഥൻ. അമ്പിളി രാത്രിയുടെ സുന്ദരി. വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലാഹു പറയുന്നു, സൂര്യചന്ദ്രന്മാർക്ക് ജീവനും പ്രകാശവും നൽകി അവരുടെ മാർഗം വിധിച്ചത് ഞാനാണ്. മനുഷ്യർക്ക് കാലം ഗണിക്കുവാനായി. എല്ലാറ്റിൻ്റെയും സഞ്ചാരപരിധി ഞാൻ നിർണയിച്ചിട്ടുണ്ട്. ചന്ദ്രൻ സൂര്യനിലേക്കോ രാത്രി പകലിലേക്കോ കടക്കുകയില്ല. പകലും രാത്രിയും നിഴലും വെളിച്ചവും എന്നും പരസ്പര പൂരകങ്ങളാണ്. അവ ഒന്നിക്കുകയില്ല. ഗ്രഹങ്ങളെക്കുറിച്ച് പറയാമോ? അവയുടെ സ്വാധീന ശക്തിയുടെ ഗുണദോഷഫലം വ്യക്തമാക്കാമോ? വിഷയം വളരെ വലുതാണ്. ചുരുക്കി പറയാം. സൂര്യചന്ദ്രന്മാർക്ക് പുറമെ 5 ഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ശീതഗ്രഹമായ ചന്ദ്രൻ നന്മ ചെയ്യും. ശനി ഉണങ്ങി വരേണ്ട ഗ്രഹമാണ്. ദുർഭാവം കൂടും. വ്യാഴം ആർദ്രവും ഊഷ്മളവുമാണ്. ഗുണകാരനാണ്. ശുക്രനും ഗുണകാരനാണ്. ബുധന്റെ ഫലം സമ്മിശ്രമാണ്. ചൊവ്വ അത്യുഷ്ണമാണ്. ദോഷകാരിയാണ്. ഉത്തരം ചോദ്യകർത്താവിനെ വളരെ തൃപ്തിപ്പെടുത്തി. ഈ മാസത്തിൽ മഴ പെയ്യുമോ? അതായിരുന്നു അടുത്ത ചോദ്യം. അവൾ ഒട്ടുനേരം തല കുനിച്ച് ആലോചനയിലാണ്ടു. അവൾക്ക് ഉത്തരം മുട്ടിപ്പോയോ? ഖലീഫ സംശയിച്ചു. പ്രഭു, തോന്നുന്നത് തുറന്നു പറയാൻ അനുവദിച്ചാലേ ഞാനിതിന് മറുപടി പറയൂ. അനുവദിച്ചിരിക്കുന്നു. അങ്ങയുടെ ഉടവാൾ 1 നിമിഷം എനിക്ക് തരണം. ഈ പണ്ഡിതന്റെ തല വെട്ടിക്കളയാനാണ്. അവിശ്വാസിയാണ് അദ്ദേഹം. ഖലീഫയും പണ്ഡിതന്മാരും പൊട്ടി ചിരിച്ചു. അവൾ ജ്യോതിശാസ്ത്രജ്ഞനെ നോക്കി പറഞ്ഞു. 5 കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന സത്യം നിങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. മരണസമയം, മഴയുടെ സമയം, ഉദരസ്ഥ ശിശുവിൻ്റെ ലിംഗം, മരണത്തിൻ്റെ ആസ്ഥാനം, നാളത്തെ കാര്യം. ഇതഞ്ചും അറിയിക്കാനാകുമോ? ഞാൻ പരീക്ഷിക്കാനായി മാത്രം ചോദിച്ചതാണ്. ആ വിഷയം ഇനി വിസ്തരിക്കേണ്ട. ഗ്രഹങ്ങൾക്ക് ആഴ്ചയിലെ ഓരോ ദിവസത്തിന്മേലുള്ള സ്വാധീന ശക്തിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞായർ സൂര്യനുമായി ബന്ധപ്പെടുന്നു. വർഷാരംഭം ഞായറാഴ്ചയായാൽ രാജാക്കന്മാരിൽ നിന്നുള്ള ദ്രോഹവും ക്ഷാമവുമാവും ഉണ്ടാവുക. തിങ്കളാഴ്ച ചന്ദ്രനുമായി ബന്ധപ്പെടുന്നു. വർഷാരംഭം തിങ്കളാഴ്ചയായാൽ ധനവും ധാന്യവും സമൃദ്ധിയായി ഉണ്ടാകും. കന്നുകാലികൾക്ക് ദോഷമുണ്ട്. വർഷാരംഭം ചൊവ്വാഴ്ചയായാൽ പ്രശസ്തന്മാരുടെ മരണം, മഴക്കുറവ്, വിലവർധന എന്നിവയുണ്ടാകും. രോഗാരിഷ്ടതകളും യുദ്ധങ്ങളും ഉണ്ടാകും. വർഷാരംഭം ബുധനാഴ്ചയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ, ക്ഷാമം, ശിശുക്കൾക്ക് രോഗം എന്നിവയാകും ഉണ്ടാവുക. വർഷാരംഭം വ്യാഴത്തിലായാൽ ജനരഞ്ജനം, വിദഗ്ധ ഭരണം,
സമൃദ്ധി എന്നിവ ഉണ്ടാകും. വെള്ളിയാഴ്ചയായാൽ കാലാവസ്ഥയുടെ തെളിവ്, സസ്യഫല സമൃദ്ധി, നിർലോഭമായ ശിശുജനനം എന്നിവയാകും ഉണ്ടാവുക. ശനിയാഴ്ചയായാൽ തീരെ നന്നല്ല. ക്ഷാമവും യുദ്ധവും രോഗങ്ങളും അനിവാര്യ ഫലങ്ങളാണ്. ഉത്തരം വിശദവും വ്യക്തവുമായി. ഇനി എനിക്ക് ഒന്നും ചോദിക്കാനില്ല. അവൾ പണ്ഡിതനോട് ഒരു ചോദ്യം ചോദിച്ചു. ഗ്രഹങ്ങൾ 3 തരത്തിലാണല്ലോ വർത്തിക്കുന്നത്, എങ്ങനെയെന്ന് പറയാനാകുമോ? പണ്ഡിതന് ഉത്തരം മുട്ടി. അവൾ കുപ്പായം ഊരി വാങ്ങി സ്വയം പറഞ്ഞു. ഗ്രഹങ്ങളിൽ ചിലത് ഉറപ്പിച്ചു നിർത്തിയ പന്തങ്ങൾ പോലെയാണ്. ചിലത് അദൃശ്യമായി വായുവിൽ തങ്ങി നിൽക്കുന്നു. അവയാണ് കടലിന് പ്രകാശം നൽകുന്നത്. 3ാമത്തെ വിഭാഗത്തിലെ ഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ വിരലുകൾക്കിടയിൽ കൂടി സഞ്ചരിക്കുന്നു. അവയുടെ ചലനം രാത്രി ദൃശ്യമാണ്. ദൈവാജ്ഞയെ ധിക്കരിക്കുന്നവരെ ശിക്ഷിക്കുന്നത് ആ ഗ്രഹങ്ങളാണ്. അടുത്ത പണ്ഡിതൻ എഴുന്നേറ്റു. അവിശ്വാസം എന്നത് ജന്മനാ മനുഷ്യനിൽ ഉണ്ടാകുന്നതാണോ? പ്രവാചകന്റെ വാക്കുകളിൽ തന്നെ ഉത്തരം നൽകാം. അവിശ്വാസശീലം ശരീരത്തിൽ രക്തമെന്ന പോലെ മനുഷ്യരെല്ലാവരിലുമുണ്ട്. അത് ദൈവദൂഷണമാണ്. കാലത്തിനും ലോകത്തിനുമെതിരെയുള്ള ദ്രോഹം ദൈവം പൊറുപ്പിക്കില്ല. കാരണം രണ്ടിനെയും സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. വെള്ളമുണ്ടാക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും മുമ്പ് തീനും കുടിയും നടത്തിയ 5 പേർ ആരാണ്? ആദം, സിമിയോൺ, സാലിഹിന്റെ ഒട്ടകം, ഇസ്മായിലിന്റെ മുട്ടനാട്, വിശുദ്ധനായ അബൂബക്കർ ഗുഹയിൽ കണ്ടെത്തിയ പക്ഷി. സ്വർഗത്തിൽ വർത്തിക്കുന്നവരും മനുഷ്യനോ ജിന്നിനോ മാലാഖയോ അല്ലാത്തവരുമായ 5 ജീവികൾ ഏതെല്ലാം? യാക്കോബിന്റെ ചെന്നായ, ഉറക്കത്തിൽപ്പെട്ട 7 നായ, എസ്ട്രസിന്റെ കഴുത, സാലിഹിന്റെ ഒട്ടകം, പ്രവാചകന്റെ കഴുതയായ ദുൽഖാഫ്. സ്വർഗത്തിലോ ഭൂമിയിലോ അല്ലാതിരിക്കെ പ്രാർത്ഥന നടത്തിയതാരാണ്? ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ പരവതാനിയിട്ട് പ്രാർത്ഥന നടത്തിയ സുലൈമാൻ. ഒരുവൻ പ്രഭാതത്തിൽ അടിമപ്പെണ്ണിനെ നോക്കി. അത് നിയമവിരുദ്ധമായി. ഉച്ചയ്ക്ക് നോക്കി. അത് നിയമാനുസാരമായി. മധ്യാഹ്നത്തിന് ശേഷം നോക്കി. അത് നിയമവിരുദ്ധമായി. സന്ധ്യയ്ക്ക് നോക്കി. അത് നിയമാനുസാരമായി. രാത്രി നോക്കിയത് നിയമവിരുദ്ധമായി. പിറ്റേന്ന് കാലത്ത് നോക്കിയത് നിയമാനുസാരമായി. ഈ മാറ്റങ്ങൾ ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? ഓ, അതെളുപ്പമാണ്. കാലത്തവൾ അവളുടേതല്ലായിരുന്നു. ഉച്ചയ്ക്ക് അവളെ വാങ്ങിയതുകൊണ്ട് സ്വന്തമായി. ഉച്ചയ്ക്ക് ശേഷം അവളെ സ്വതന്ത്രമാക്കിയതുകൊണ്ട് നോക്കാൻ അവകാശമില്ലാതെയായി. സന്ധ്യയ്ക്ക് അവളെ വിവാഹം ചെയ്തു. രാത്രി വിവാഹമോചനത്തിന് തീരുമാനിച്ചു. പിറ്റേന്ന് കാലത്ത് വീണ്ടും വിവാഹം ചെയ്തു. സൂര്യൻ ഒരിക്കൽ പ്രകാശിപ്പിച്ചിരുന്നതും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് വരെ വെടിഞ്ഞു കളഞ്ഞതുമായ താഴ്വര ഏതാണ്? സമുദ്രത്തിൽ സ്വജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മോസസ് നിർമ്മിച്ച താഴ്വര. നിർജീവമായിരുന്നിട്ടും ശ്വസിക്കുന്ന വസ്തു ഏതാണ്? പ്രഭാതം. പ്രഭാതം ശ്വസിക്കുമ്പോൾ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനമുണ്ട്. ഒരു കൂട്ടം പ്രാവുകൾ മരക്കൊമ്പിലിരിക്കുന്നു. കുറെ എണ്ണം മുകളിലെ കൊമ്പിൽ, കുറെ എണ്ണം താഴത്തെ കൊമ്പിൽ. മുകളിലെ പ്രാവുകൾ താഴത്തെ ഉള്ളവയോട് പറയുന്നു, നിങ്ങളിലൊരാൾ മുകളിലേക്ക് വന്നാൽ ഞങ്ങളുടെ എണ്ണം നിങ്ങളുടെ ഇരട്ടിയാകും. ഞങ്ങളിൽ ഒരാൾ താഴേക്ക് വന്നാൽ ഇരുഭാഗത്തിൻ്റെയും എണ്ണം തുല്യമാകും. പ്രാവുകൾ ആകെ എത്രേ? മുകളിലെത്രേ? താഴെ എത്രേ? ആകെ 12 പ്രാവുകൾ. 7 എണ്ണം മുകളിൽ, 5 എണ്ണം താഴെ. പണ്ഡിതൻ ചോദ്യം നിർത്തി. മറു ചോദ്യം കൊണ്ട് കുപ്പായം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് അയാൾ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റത് ഇബ്രാഹിം ഇബിൻ സിയാർ എന്ന വിഖ്യാത പണ്ഡിതനാണ്. ദയ അയാളോട് പറഞ്ഞു, അങ്ങയുടെ കുപ്പായം എനിക്ക് തരേണ്ടി വരും. മറ്റൊന്ന് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തുകൊള്ളൂ. അത് അത്രയ്ക്കാകുമ്പോൾ മതിയല്ലോ. ഇതാ എൻ്റെ ചോദ്യം. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ച 5 സാധനങ്ങൾ ഏതെല്ലാം? വെള്ളം, ഭൂമി, വെളിച്ചം,
ഇരുട്ട്, അഗ്നി. ദൈവമെല്ലാം സൃഷ്ടിച്ചത് ഇച്ഛാശക്തി കൊണ്ടാണ്. ചിലത് മാത്രം സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ചു. ഏതെല്ലാമാണവ? ദിവ്യപീഠം, സ്വർഗത്തിലെ കൽപ്പവൃക്ഷം, ഏദൻ തോട്ടം, ആദം. അത്രയും കൈകൊണ്ട് സൃഷ്ടിച്ചു. ഇസ്ലാമിൽ നിന്റെ പിതാവാര്? ആ പിതാവിൻ്റെ പിതാവാര്? ഇസ്ലാമിൽ എൻ്റെ പിതാവ് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദൈവമിത്രമായ ഇബ്രാഹിം. ആദ്യം മരത്തടിയായിരുന്നു. പിന്നീട് ജീവൻ കൈക്കൊണ്ട വസ്തു ഏത്? മോശയുടെ ദണ്ഡ്. അത് നിലത്തെറിഞ്ഞപ്പോൾ സർപ്പമായി. സന്ദർഭാനുസാരം ആ ദണ്ഡ് ഫലവൃക്ഷവും കാവൽ നായയുമായിട്ടുണ്ട്. പുരുഷനിൽ നിന്ന് അമ്മയില്ലാതെ ഉണ്ടായ സ്ത്രീ ആരാണ്? പിതാവില്ലാത്ത പുത്രനാരാണ്? ആദാമിൽ നിന്നുണ്ടായ ഹൗവ. മേരിക്ക് പിറന്ന ഈശോ. ഞാൻ കുടിക്കുമ്പോൾ ചുണ്ടു വാചാലമാകുന്നു. ഞാൻ നിശബ്ദമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് ആരും ബഹുമാനിക്കുന്നില്ല. എൻ്റെ മരണത്തിൽ ആരും ദുഃഖിക്കുന്നുമില്ല. ആരുടെ സ്ഥിതിയാണിത്? തൂലികയുടെ. ഞാനൊരു പക്ഷിയാണ്. പക്ഷേ മാംസവും രക്തവും തൂവലുമില്ല. എന്നെ പൊരിച്ചും പുഴുങ്ങിയും തിന്നും. എനിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. എൻ്റെ നിറം സ്വർണവും വെള്ളിയും കലർന്നതാണ്. ഒരു നിസാരമായ കോഴിമുട്ടയുടെ കാര്യത്തിന് എത്രയേറെ വാക്കുകൾ! പ്രയാസമുള്ളത് വലുതും ചോദിക്കൂ. അല്ലാഹു മോശയോട് എത്ര വാക്കുകൾ സംസാരിച്ചു? 1515 വാക്കുകൾ. സൃഷ്ടിയുടെ ആരംഭം എങ്ങനെയാണ്? അല്ലാഹു മണ്ണ് കൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചു. മണ്ണ് നുരയിൽ നിന്ന്, നുര കടലിൽ നിന്ന്, കടൽ ഇരുട്ടിൽ നിന്ന്, ഇരുട്ട് വെളിച്ചത്തിൽ നിന്ന്, വെളിച്ചം മത്സ്യത്തിൽ നിന്ന്, മത്സ്യം രത്നത്തിൽ നിന്ന്, രത്നം പാറയിൽ നിന്ന്, പാറ വെള്ളത്തിൽ നിന്ന്, വെള്ളമാകട്ടെ വെള്ളമുണ്ടാകട്ടെ എന്ന വചനത്തിൽ നിന്നും. എനിക്ക് വായയില്ല, വയറില്ല, എന്നാലും ഞാൻ ഭക്ഷിക്കുന്നു. മരങ്ങളെയും മൃഗങ്ങളെയും വിഴുങ്ങുന്നു. ഭക്ഷണമാണ് എൻ്റെ ജീവൻ. പക്ഷേ വെള്ളം കുടിച്ചാൽ ഉടനെ മരിക്കും. ആരാണ് ഞാൻ? അഗ്നി. 2 സുഹൃത്തുക്കൾ രാത്രി മുഴുവൻ കൈ കോർത്തു നിൽപ്പാണ്. പ്രഭാതത്തിൽ പിരിഞ്ഞു പോകും. ആരാണവർ? വാതിൽപ്പാളികൾ. എനിക്ക് നീണ്ട വാലുണ്ട്. കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ല. ആടകൾ കിട്ടുമെങ്കിലും അണിയാറില്ല. ആരാണ് ഞാൻ? തയ്യൽ സൂചി. വിശ്വാസിക്ക് വേണ്ടി പ്രവാചകൻ എത്ര പ്രാവശ്യം ഇടപെടും? 3 തവണ. ഇസ്ലാം വിശ്വാസം സ്വീകരിച്ച ആദ്യ വ്യക്തി ആരാണ്? അബൂബക്കർ. അലി അതിനു മുമ്പ് തന്നെ മുസൽമാനായിരുന്നില്ലേ? 7-ാം വയസ്സിൽ മാത്രമാണ് അലിയെ അല്ലാഹു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിച്ചത്. ശരി തന്നെ. അലി, അബ്ബാസ്, ഇവരിൽ ആർക്കാണ് വൈശിഷ്ട്യവും പ്രാധാന്യവും? അത് തന്നെ കുഴക്കാനായിട്ടാണ് ചോദിച്ചതെന്ന് ദഹയ്ക്ക് മനസ്സിലായി. പ്രവാചകന്റെ ജാമാതാവായ അലിക്ക് പ്രാധാന്യം നൽകിയാൽ ഖലീഫയ്ക്ക് നീരസമാകും. ഖലീഫ പ്രവാചകന്റെ മാതുലനായ അബ്ബാസിന്റെ പരമ്പരയിലെ 5-മനാണ്. അവളുടെ മുഖം ഒന്ന് വിളർത്തു. വളരെ ആലോചിച്ചാണ് മറുപടി പറഞ്ഞത്. തുല്യ വൈശിഷ്ട്യമുള്ള 2 പേരിൽ ആര് മീതെ ആര് താഴെ എന്ന ചോദ്യം തന്നെ പ്രസക്തമല്ല. ഖലീഫ ആഹ്ലാദവാനായി. എത്ര ഗംഭീരമായ ഉത്തരം! അദ്ദേഹത്തിന് വിളിച്ച് പറയാതിരിക്കാനായില്ല. പണ്ഡിതൻ ചോദ്യം തുടർന്നു. അവൾ മെലിഞ്ഞിരിക്കും, ദുർബലയാണ്, മാധുര്യമുണ്ട്, മുനയില്ലാത്ത കുന്തമാതിരിയാണ്. റംസാൻ രാത്രികളിൽ അവളുടെ മാധുര്യം വളരെ പ്രയോജനകരമാണ്. ആരാണവൾ? കരിമ്പ്. ഇനി ഞാൻ ഏതാനും ചോദ്യങ്ങൾ തുരുതുരെ ചോദിക്കും. ഉത്തരങ്ങൾ ഒന്നിച്ച് ഒടുവിൽ പറഞ്ഞാൽ മതി. ഏതാണ് തേനിനേക്കാൾ മാധുര്യമുള്ളത്? വാളിനേക്കാൾ മൂർച്ചയുള്ളത്? വിഷത്തേക്കാൾ വേഗമുള്ളത്? നൈമിഷിക സുഖം, 3 നാൾ നിലനിൽക്കുന്ന ഭാഗ്യം, ഏറ്റവും സന്തുഷ്ടമായ ദിവസം, ഒരാഴ്ചയിലെ ആനന്ദം.
ഏത് ദുഷ്ടനും വീട്ടേണ്ടതായ കട, കുഴിമാടത്തിലേക്കും പിന്തുടരുന്ന ദുഃഖം, ഹൃദയത്തിൻ്റെ ആനന്ദം, ആത്മാവിൻ്റെ ശല്യം, ജീവിതത്തിൻ്റെ ശൂന്യത, പ്രതിവിധിയില്ലാത്ത രോഗം, തീരാത്ത നാണക്കേട്, മനുഷ്യനെ വർജിച്ച് 7 ജീവികളുടെ രൂപവും ഭാവവും കൈക്കൊള്ളുന്നതും വിജനതയിൽ അകലെ കഴിയുന്നതുമായി ജീവി. ഉത്തരം പറയുന്നതിന് മുമ്പ് അങ്ങയുടെ മേലങ്കി ഊരിത്തരണം. അത് കേട്ടപ്പോൾ ഖലീഫ പറഞ്ഞു, നീ പറയുന്നത് ശരി തന്നെ. എങ്കിലും ഈ മഹാപണ്ഡിതന്റെ പ്രായത്തെ മാനിച്ച് ആദ്യം ഉത്തരം പറയൂ. അവൾ ക്രമത്തിൽ ഉത്തരം പറഞ്ഞു. ശിശുക്കളോടുള്ള സ്നേഹം, മനുഷ്യന്റെ നാക്ക്, ദുഷ്ടനേത്രം, ലൈംഗിക ആനന്ദം, ഭാര്യ രജസ്വലയായിരിക്കെ ഭർത്താവിന് ലഭിക്കുന്ന 3 നാളിലെ വിശ്രമം, വ്യാപാരത്തിൽ നേട്ടമുണ്ടാക്കുന്ന ദിവസം, ഒരാഴ്ച നീളുന്ന വിവാഹത്തിന്റെ സുഖം, ആരും വീട്ടേണ്ട കടം മരണം, ശ്മശാനത്തിലേക്കും അനുഗമിക്കുന്നത് സന്താനങ്ങളുടെ ദുസ്വഭാവം കൊണ്ടുള്ള ദുഃഖം. സ്ത്രീയുടെ ആത്മാർത്ഥമായ വിധേയത്വമാണ് ഹൃദയത്തിന്റെ ആനന്ദം. ദുർമാർഗിയായ പരിചാരകനാണ് ആത്മശല്യകാരി. ദാരിദ്ര്യമാണ് ജീവിതത്തിന്റെ ശൂന്യത. ദുസ്വഭാവമാണ് മരുന്നില്ലാത്ത രോഗം. പുത്രിയുടെ ദുശ്ചരിതമാണ് തീരാത്ത നാണക്കേട്. ജീവി പുൽച്ചാടിയാണ്. കുതിരയുടെ തല, കാളയുടെ കഴുത്ത്, പരുന്തിൻ്റെ ചിറക്, കുതിരയുടെ തല, കാളയുടെ കഴുത്ത്, പരുന്തിൻ്റെ ചിറക്, ഒട്ടകത്തിൻ്റെ കാല്, പാമ്പിൻ്റെ വാല്, തേളിൻ്റെ വയറ്, മാനിൻ്റെ കൊമ്പ്, എല്ലാം അതിനുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹാറൂൺ അൽ റഷീദിന് ആഹ്ലാദവും വിസ്മയവും ആദരവും തോന്നി. ഇബ്രാഹിം ഇബിൻ സിയാർ തൻ്റെ മേലങ്കി ഊരിക്കൊടുത്തു. അവൾ ആ കാലഘട്ടത്തിൻ്റെ അത്ഭുതമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഖലീഫ ചോദിച്ചു, നിനക്ക് ഉപകരണങ്ങൾ വായിച്ച് പാട്ടുപാടാൻ അറിയുമോ? അറിയാം. അദ്ദേഹം മനോഹരമായ ഒരു വീണ വരുത്തി കൊടുത്തു. അവൾ വീണ വാങ്ങി മടിയിൽ വെച്ച് അമ്മ തൻ്റെ ഓമന കുഞ്ഞിനെന്ന പോലെ ലാളിച്ച് അതിമനോഹരമായി ഇങ്ങനെ ഒരു ഗാനം ആലപിച്ചു. ഞാനൊരു വന്യവൃക്ഷത്തിൻ്റെ ഹരിതശാഖയാണ്. പക്ഷികൾ സ്നേഹിച്ചു, പാട്ട് പഠിപ്പിച്ചു, പാഠം സ്മൃതിയിൽ ജീവിക്കുന്നു. ലാവണ്യത്തിൻ്റെ അംഗതലത്തിൽ, കോമള വിരലുകൾക്കിടയിൽ ഞാൻ ഉതിർക്കുന്ന വനസംഗീതം അവരുടേതാണ്, അവരുടെ നാവുകളിൽ നിന്ന്. കൂമ്പിയ കണ്ണുകളോടെ ഖലീഫയും സദസ്യരും നിർവൃതിയിലലിഞ്ഞു. ഗാനം നിലച്ചപ്പോൾ ഖലീഫ അവളെ അനുഗ്രഹിച്ചു. ദൈവം ഇനിയും വിശിഷ്ട സിദ്ധികളാൽ സമ്പന്നയാക്കട്ടെ. നിന്നെ പഠിപ്പിച്ചവരെയും നീ പഠിപ്പിച്ചവരെയും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം അബു ഹസന് 100 സഞ്ചികളിലായി 10,000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. തിരിഞ്ഞ് പണ്ഡിതയായ ആ അടിമ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് എൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കണമോ അതോ ഈ യുവാവിനോടത്ത് തിരിച്ചു പോകണമോ? അവൾ ആദരപൂർവ്വം ശിരസ് കുനിച്ചു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. എന്നെ കൊണ്ടുവന്ന ഈ യുവാവിൻ്റെ കൂടെ ജീവിക്കാൻ അനുമതി വേണമെന്ന് ഞാൻ താണു കേണ് അപേക്ഷിക്കുന്നു. താൻ വില കൊടുത്തു വാങ്ങിയ അടിമയുടെ ആ അപേക്ഷ ഖലീഫയിൽ അത്ഭുതമോ നീരസമോ ഉണ്ടാക്കിയില്ല. അദ്ദേഹം അവൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി അവളെ സ്വതന്ത്രയാക്കി. അബു ഹസന് ഉയർന്ന ഉദ്യോഗം നൽകി ആത്മമിത്രമാക്കി. ആ യുവതി യുവാക്കൾ സ്വർണ്ണ സഞ്ചികളുടെയും മേലങ്കികളുടെയും ചുമടുകളും പേറി പുറത്തേക്കിറങ്ങി. സദസ്യർ ഖലീഫയുടെ ധർമ്മനിഷ്ഠയെയും ഔദാര്യത്തെയും പ്രശംസിച്ചു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.